सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान्तान् नमामः। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। न शास्ता न शास्त्रं न शिष्यो न शिक्षा न च त्वं न चाहं न चायं प्रपञ्चः स्वरूपावबोधो विकल्प असहिष्णुः तदेको वसिष्ठः शिवः केवलोऽहम्। എട്ട് വയസ്സായ ആദിശങ്കരൻ തൻ്റെ ഗുരുവായ ഗോവിന്ദ ഭഗവത് പാദാൾ ഗുരു ഗോവിന്ദരെ മുന്നിൽ പോയിട്ട് നീ ആരാണ് കുട്ടി എന്ന് ചോദിച്ച ചോദ്യത്തിൽ അദ്വൈതത്തിൻ്റെ പരിപൂർണതയെയാണ് ഈ ശ്ലോകത്തിലൂടെ കാട്ടണത്. എന്ന് വെച്ചാൽ ശിഷ്യൻ വേറെ അല്ല, ഗുരു വേറെയല്ല എന്നുള്ള ഭാവം. ന ദ്വൈതം പശ്യാമി, ഒരു ദ്വൈതം ഇവിടെ ഗുരു ശിഷ്യൻ എന്ന് പോലും ഭേദമില്ലാതിരിക്കൽ. ആ കുട്ടി പറയാണ് ന ശാസ്ത, ഐ എം നോട്ട് ദി ടീച്ചർ. ശാസ്ത എന്ന വാക്കിന് ടീച്ചർ എന്നർത്ഥം. ആരാ ടീച്ചർ? എന്തോ നമ്മളെ ടീച്ച് ചെയ്യാൻ വന്നിരിക്കണു, അവരാണ് ടീച്ചർ എന്ന് പറയണത്. പൊതുവിൽ ഗുരുവിനെ നമ്മൾ ടീച്ചർ എന്ന് നമ്മൾ കരുതും. പക്ഷേ പല വിദ്യകൾ പറഞ്ഞു തരണവരൊക്കെയും ഗുരുവല്ല, അവരെല്ലാം ഉപഗുരുവാണ്. ഇപ്പോൾ ആചാര്യന്മാർ ഒരു സദസ്സിൽ പൂർണ്ണമായിട്ട് ഉപദേശിക്കണം. ആചാര്യൻ ഗുരുവാണോ എന്ന് ചോദിച്ചാൽ ആചാര്യൻ ഗുരു അല്ല, ഉപഗുരു. ബിക്കോസ് ഹീ ഈസ് പ്രിസ്ക്രൈബിങ് ദി മെഡിസിൻ ഫോർ എവറിബഡി. ഒരു നിർദ്ദേശം, ഒരു ലൈഫ് സൈക്കിൾ ഇതിനെ പറഞ്ഞു തരണം. അതേ സമയത്ത് ഒരു ഡോക്ടർ പ്രത്യേകം OP ടിക്കറ്റ് എടുത്ത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണുമ്പോൾ ഡോക്ടറും പേഷ്യൻറ്റും മാത്രമായിട്ട് ഒരു സംവാദവും ഒരു പ്രിസ്ക്രിപ്ഷനും ഒക്കെ കൊടുക്കും. ആ ഡയറക്റ്റ് പ്രിസ്ക്രൈബിങ് ആര് ചെയ്യണോ അവനാണ് ഗുരു. ഇതൊരു ഉദാഹരണം പറഞ്ഞു തന്നതാണ്. ഡയറക്റ്റ്ലി നമ്മൾ ഒരു സദ്ഗുരുവിൽ നിന്നും ഉപദേശം കേൾക്കുക, ഇവരെയാണ് നമ്മൾ ഗുരു എന്നൊക്കെ പറയുന്നത്. മറ്റേ പക്ഷത്തിൽ നോക്കിയാൽ ടീച്ചിങ്, ഒരു ടീച്ചിങ് ഉണ്ട്. എന്താ ടീച്ചിങ്? ശാസ്ത്രത്തിനെ ബേസ് ചെയ്ത്. ശാസ്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ധർമ്മശാസ്താവ്. ആരാ ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ നമുക്ക് പറഞ്ഞു തരാൻ വന്നിരിക്കുന്ന ആള് എന്നർത്ഥം, ഒരു ടീച്ചർ എന്നർത്ഥം. എന്താ ടീച്ചിങ്? വളരെയധികം പ്രസിദ്ധമായ ശബരിമലയില് കെട്ട് ഏന്തി 41 ദിവസം വ്രതമെടുത്ത് കല്ല് മുള്ളൊക്കെ ചവിട്ടി മേലേക്ക് 18 പടികൾ കയറി മേലേക്ക് കയറിയാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ടീച്ചിങ്. എന്താന്ന് വെച്ചാൽ തത് ത്വം അസി, അത് നീ തന്നെ ആകണം. ഈ ഒരു ടീച്ചിങ് തരാൻ വേണ്ടിയിട്ടാണ് ശാസ്ത ഇരിക്കണത്. അതുകൊണ്ട് ഞാൻ ശാസ്താവല്ല.
ഞാൻ ശാസ്ത അല്ല, ഞാൻ ഗുരുവല്ല. ഈ ഗുരു എന്തിനെ ബേസ് ചെയ്താ പഠിപ്പിക്കണത്? പ്രമാണത്തിനെ ബേസ് ചെയ്ത്. എന്താ പ്രമാണം? ശാസ്ത്രം. ആ ശാസ്ത്രം ഞാനാണോ എന്ന് നോക്കിയാൽ ശാസ്ത്രത്തിന്റെ പൊരുൾ നിന്റെ സ്വരൂപം എന്നല്ലാതെ ശാസ്ത്രം നീയല്ല. വേദമേ നിരൂപണം ചെയ്യണോ? രണ്ട് വിദ്യകളാണുള്ളത്. ഒന്ന് പരാവിദ്യയും ഒന്ന് അപരാവിദ്യയും. ഒന്ന് വിദ്യയും ഒന്ന് അവിദ്യയും. എന്താ അപരാവിദ്യ എന്ന് ചോദിച്ചാൽ തത്ര പരാ ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദഃ ശിക്ഷാ കൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. അപരാവിദ്യ ഏതാന്ന് ചോദിച്ചാൽ 4 വേദം 6 അംഗങ്ങള് അപരാവിദ്യ എന്ന് പറഞ്ഞു. വേദമേ പറയണു. 4 വേദവും 4 വേദത്തിന് അംഗങ്ങളായിരിക്കണം 6 അംഗങ്ങളും ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഇതെല്ലാം അപരാവിദ്യയാണ്. അപരാവിദ്യ എന്താ? അപരാവിദ്യ അവിദ്യ, അവിദ്യ തന്നെ. അതെങ്ങനെ ശരിയാവും? ഈ ശാസ്ത്രമൊക്കെ അവിദ്യയാണോ? ശാസ്ത്രമൊക്കെയും അവിദ്യയാണ്. ശാസ്ത്രം ഒരു പൊരുളിനെ കാട്ടിത്തരണം. ആ പൊരുൾ എന്താണെന്ന് പറഞ്ഞാൽ ആ പൊരുള് അനുഭവമാണ്. ആ അനുഭവമേ വിദ്യ. അധഃ പരായയാ തദക്ഷരമധിഗമ്യതേ. ക്ഷയിക്കാത്ത ഒരു പൊരുൾ. ഈ വേദം എന്തിനെ കാണിച്ചു തരണോ, ഏതൊരു പൊരുളിനെ കാണിച്ചു തരണോ, അതേ പരാവിദ്യ. ഇപ്പൊ പരാവിദ്യ എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപമാണ്. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഭഗവാനെ ഈ ഗീതയെല്ലാം ഭഗവാൻ പഠിച്ചത് പോലും കാണുന്നില്ല, ഇതിന്റെയൊക്കെ സാരം എങ്ങനെ ഭഗവാൻ പറഞ്ഞു തരണമെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ഗീത എന്നെ ഉപദേശിച്ചു അത്ര. എന്താ ഗീത ഉപദേശിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ പറയണു എല്ലാം നീയാണെന്ന് പറയണു, നീ എന്തിനാ പിന്നെ എന്നെ നോക്കിക്കൊണ്ടിരിക്കണതെന്ന് ചോദിച്ചു അത്ര. ഉപനിഷത്ത് ഒക്കെ പറയാണ് തത് ത്വം അസി, ഇത് നീ ആകുന്നു. എന്നിട്ട് ഉപനിഷത്തെ ചോദിക്കുകയാണ് അത്ര, ഇത് നീ ആകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തിനാ നീ ഇപ്പൊ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആ സ്പോണ്ടേനിയസ്ലി യു ഹാവ് ടു റെക്കഗ്നൈസ് യുവർ സെൽഫ്. യു ഹാവ് ടു സീ ദാറ്റ് സ്പോണ്ടേനിയസ്ലി. അതുകൊണ്ട് ന ശാസ്ത ന ശാസ്ത്രം ന ശിഷ്യ. ഗുരുവിന്റെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. എത്രയോ കിലോമീറ്റേഴ്സ് സഞ്ചരിച്ച് ബുദ്ധിമുട്ടിയൊക്കെ സദ്ഗുരുവിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് ന ശിഷ്യ, ഞാൻ ശിഷ്യനല്ല എന്ന് പറയുന്നു. നമ്മൾ കരുതും അഹങ്കാരമാണെന്ന്. കാരണം ഇത് അഹങ്കാരമല്ല, ഇത് അഹങ്കാരം ഇല്ലായ്മയാണ്. എന്ന് വെച്ചാൽ ഗുരു വേറെയല്ല, ഞാൻ വേറെയല്ല എന്നുള്ള ഭാവം. അത് പൂർണ്ണ തത്വബോധത്തിൽ മാത്രമേ നമ്മൾ കാണിക്കാവൂ. ഇല്ലാതെ നമ്മൾ പോയിട്ട് പെട്ടെന്ന് ഒരു ഗുരുവിനെ കണ്ടിട്ട് ഗുരു വേറെയല്ല ഞാൻ വേറെയല്ല എന്ന് പറഞ്ഞിട്ട് തോന്നണത് മുഴുവൻ പറയാന്നല്ല അതിൻ്റെ അർത്ഥം. അത് അദ്വൈതത്തിന്റെ അവസാന പടിയാണ്. അദ്വൈത അവസാനത്വാത് ശാസ്ത്ര ശിഷ്യ ശാസനാതിദ്വൈത ഭേദസ്യ. അദ്വൈതഭേദം, ശാസ്ത്രം, ശിഷ്യൻ, ശാസ്ത, ശാസനം എല്ലാം എന്നുള്ള ഒരു ദ്വൈതഭാവം എപ്പോ മാറണോ അതാണ് ദ്വൈതത്തിന്റെ അവസാനം. അവിടെ താനല്ലാതെ വേറൊരു പൊരുൾ ഇല്ല. നശിക്ഷ, ദ മെത്തേഡ്സ്, അതൊന്നും ഞാനല്ല. ഇപ്പോൾ ഭഗവാൻ രമണ മഹർഷി പറയും ഹു ആം ഐ എന്ന് ചോദിക്കും. ഇതൊരു മെത്തേഡാണ് ഫോർ ഫൈൻഡിങ് അസ്. ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ വഴിയിൽ ഒരു ബോർഡ് കാണും. ആ ബോർഡ് തിരുവനന്തപുരമല്ല, ആ മെത്തേഡ് തിരുവനന്തപുരമല്ല. ഉപാസന സമ്പ്രദായം ഒക്കെയും അതൊന്നും ഞാനല്ല. അതിലൂടെ ഞാൻ എന്തറിയണോ അതാണ് ഞാൻ. നശിക്ഷ നചത്വം
എന്നാ ഞാൻ നീയാണോ എന്ന് ചോദിച്ചാൽ എന്താ ഈ ത്വം പദം എന്ന് പരിശോധിച്ച് നോക്കിയാൽ ത്വം എന്ന് പറഞ്ഞാൽ നീ എന്നർത്ഥം. ഈ നീ എന്ന് പറയുന്ന വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഓരോരുത്തർക്ക് നമ്മളെ നീ എന്ന് ചൂണ്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ നീ എന്നൊരു അനുഭവം വരുമോ, ഞാൻ എന്നൊരു അനുഭവം വരുമോ? ആർക്കെങ്കിലും നീയാണ് ഞാൻ കാണണത്? ഇല്ലല്ലോ. നീ എന്ന് ചൂണ്ടിയാൽ ഞാൻ കാണണത് എന്നെയാണ്, ഞാൻ. നീ എന്ന് പറയണ ഒരു വാക്ക് എന്നിലേക്ക് വന്നാൽ അത് ഞാനായി മാറണു. അതുകൊണ്ട് നത്വം, അവിടെ ത്വം പദമില്ല. ആദിശങ്കരാചാര്യരെ പറഞ്ഞിരിക്കണു, ഇവിടെ ഞാൻ എന്ന് പറയുന്നത് പരമമായ വെളിച്ചം, നീ എന്ന് പറയണത് ഇരുട്ട്. ഞാൻ എന്ന് പറയണതാണ് വെളിച്ചം. കാരണം നീ എന്ന് ചൂണ്ടിയാലും ഞാനാണ് പ്രകാശിക്കണത് എന്നല്ലാതെ നീ എന്നൊരു വസ്തു പ്രകാശിക്കണേയില്ല. അർത്ഥമില്ലാത്ത വാക്കാണ്, അനർത്ഥമാണ് നീ എന്ന് പറയുന്നത്. നത്വം, അതുകൊണ്ട് നീ ഇല്ല, ഞാൻ നീയല്ല. ഗുരുവിന്റെ മുന്നിൽ നിന്നാണ് പറയണത്, ഞാൻ ഗുരുവല്ല. നത്വം, നചാഹം, നച അഹം. ഞാൻ ഈ അഹം വൃത്തി അല്ലെ, ഞാനൊരു ഫോം എന്ന് നമ്മൾ കരുതണു, ആ ഫോമും ഞാനല്ല. നീയുമല്ല ഞാനുമല്ല. നീ നാൻ അറ പുലി നിതം കളിമയമായി നിன்றிടും നിലൈ അരുൾ അരുണാചല. ഈ നീ ഞാൻ അല്ലെ, നീ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഞാൻ എന്ന് പറയേണ്ടി വരണത്. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പ്രസക്തിയില്ല. അത് ഉള്ള പൊരുൾ. അന്യമായിട്ടൊരു പൊരുൾ എപ്പോ വരണോ അപ്പോഴാണ് നീ ഞാൻ എന്നുള്ളൊരു വേട്ടിത്തിരിവ് വരണത്. ആ നീ ഞാൻ എന്നുള്ളൊരു വേട്ടിത്തിരിവ് ഇല്ലാതിരുന്നാൽ ഇവിടെ ഉള്ളത് എന്താണോ അത് പരമാർത്ഥമായ ഒരു പൊരുൾ. നിതം കളിമയമായി ആനന്ദം അപ്പോഴാണ് വരണത്. തന്നിൽ നിന്നും അന്യമായിട്ടൊരു പൊരുൾ ഉള്ളിടത്തോളം ആനന്ദം വിൽ നോട്ട് അപ്പിയർ, ദ ബ്ലിസ് വിൽ നോട്ട് അപ്പിയർ. തന്നിൽ നിന്നും അന്യമായിട്ട് ഒരു പൊരുളും ഇല്ല, താനേ ഉള്ളൂ. താനേ താനേ തത്വം. ആ തത്വം ഒന്ന് തന്നെയാണ് എന്ന് ആരറിയണോ അവൻ ആനന്ദവാനാണ്, അവൻ സുഖാനുഭവത്തിലാണ്. കാരണം അവന് ദുഃഖത്തിന് കാരണമില്ല. അതുകൊണ്ട് ന ച അഹം, ഈ ഫോം ഞാൻ കരുതണുണ്ടല്ലോ, ഈ ഫോം ഞാനല്ല. ത്വം, നീ എന്ന് കാണണമെങ്കിൽ എനിക്കൊരു ഫോമിനെ കാണണം. അനുഭവത്തിൽ ആ നീ ഇല്ല. നീ എന്ന് കാണിക്കണതും ചൂണ്ടണതും ഒക്കെ ഒരു ഫോമാണ്. ആ ഫോമും ഇല്ല. നീ തിരിച്ച് എന്നെ നീ എന്ന് കാണിക്കണ അഹം എന്ന് പറയണ ആ ഫോമും അല്ലെ, രണ്ട് ഫോമും അങ്ങോട്ട് മാറി. നചാഹം നചായം പ്രപഞ്ച. എന്നാ ഞാൻ ആരാ എന്ന് ചോദിച്ചാൽ ദിസ് ഓർ ദാറ്റ് എന്നൊക്കെ പറയും ചിലര്. നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ ആത്മാ എന്ന് പറയും. ജസ്റ്റ് വാച്യം, ഏതോ ഒരു വാക്ക്, അത്രേ ഉള്ളൂ. ജസ്റ്റ് എ ലിമിറ്റഡ് വേർഡ്സ് കൊണ്ട് നമ്മൾ പരിപൂർണമായ ആ അനുഭവത്തെ പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ നടക്കോ? ഇല്ല. ഇറ്റ് കാൺ ബി എക്സ്പ്രസ് ത്രൂ വേർഡ്സ്. ഒരു വേർഡ്സും അതിനെ എക്സ്പ്രസ് ചെയ്യാൻ തക്കതായിട്ട് ശക്തമല്ല. അത് ഇത് അതും ഇതുമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിത് അമൃതമെന്നു തെളിഞ്ഞു ധീരരായി. അതും ഇതും ഒന്നുമല്ല, ഞാൻ അനുഭവമാണ്. ആ അനുഭവത്തെ അനുഭവിക്കാതെ വി കനോട്ട് എക്സ്പ്രസ്. അനുഭവിച്ചാൽ കൂടെയും എക്സ്പ്രസ് ചെയ്യാൻ വലിയ പാടാണ്. അത് അങ്ങനെ ഇരിക്കണോ ഇങ്ങനെ ഇരിക്കണോ. കറന്ത പാൽ കന്തലൊടു നെയ് കലന്താർ പോൽ ശിരന്ത അടിയേർ സിന്തനയുൾ തേനൂറി നിன்று പിറந்த പിറപ്പറുക്കും എങ്കൻ പെരുമാൾ. ഏതൊക്കെയോ വസ്തുക്കളെ വെച്ചൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ നോക്കണു. പക്ഷേ അതൊന്നും വാസ്തവത്തില് ചെയ്യാൻ പറ്റണില്ല. അത് നചായം പ്രപഞ്ച, ഈ പ്രപഞ്ചത്തിലുള്ള ഒരു പൊരുളും അനുപമിതം. ഓങ്കാര പൊരുൾ ഒപ്പ് ഉയർവില്ലോയ് ഉനൈ യാരറിവാർ അരുണാചല. അക്ഷരമണമാലയിൽ വളരെ അത്ഭുതമായിട്ട് ഓങ്കാര പൊരുൾ എന്ന് വെച്ചാൽ ഓങ്കാരത്തിന്റെ പൊരുൾ, പ്രണവത്തിന്റെ അർത്ഥം അഹം.
ആ ഞാൻ എന്നുള്ള അനുഭവം ഒപ്പ് ഉയർവില്ലോയ, അതിനൊപ്പം ഈ ലോകത്ത് ഈ കാണപ്പെടുന്ന വസ്തുക്കളിലൊന്നും ഒപ്പം നിൽക്കാനൊന്നുമില്ല. ഉയർവില്ലോയ, അതിനേക്കാൾ ഉയർന്നതുമില്ല. പിന്നെ എങ്ങനെ അറിയും? അതായിട്ടിരിക്കാതെ അറിയാൻ പറ്റില്ല അല്ലേ? എനിക്ക് ഞാൻ എന്നുള്ള അനുഭവമുണ്ട്, പക്ഷെ നിങ്ങൾ എന്നുള്ള അനുഭവം ഇല്ല. എനിക്ക് നിങ്ങളെ സെൻസ് ചെയ്യാൻ പറ്റണോ, ഇല്ല ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റണോ എന്നല്ലാതെ എനിക്ക് നിങ്ങളെ അനുഭവിക്കാൻ പറ്റില്ല. കാരണം അനുഭവം എൻ്റെ സ്വരൂപമാണ്. മനസ്സിലാവണുണ്ടോ അല്ലേ? അനുഭവം എൻ്റെ സ്വരൂപമാണ്. ഈ പ്രപഞ്ചത്തിനൊന്നും അനുഭവമില്ല. അനുഭവം എന്നിലാണ് ഇരിക്കുന്നത്. ഈ പ്രപഞ്ചം അങ്ങോട്ട് മറഞ്ഞു പോയാലും അനുഭവം മാത്രമായിട്ട് നിൽക്കണം. എനിക്ക് നിങ്ങളെ അറിയണമെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് മാറാതെ എനിക്ക് നിങ്ങളെ അറിയില്ല. വളരെ ശ്രദ്ധിക്കണം. എനിക്ക് മരത്തിനെ അറിയണമെങ്കിൽ ഞാൻ മരമായിട്ട് മാറിയാലേ എനിക്ക് മരത്തിനെ അറിയാൻ പറ്റുള്ളൂ. ഏതൊരു വസ്തുവിനെയും എനിക്ക് അറിയണമെങ്കിൽ ഞാൻ അതായിട്ടിരിക്കാതെ എനിക്ക് അറിയാൻ പറ്റില്ല. ഒപ്പ് ഉയർവില്ലോ ഉനെ ആരറിവാർ അരുണാചല. പിന്നെ നിന്നെ ആരാണ് അറിയാൻ പോണത്? നവിദ്മോ നവിജാനീമോ, ഇത് അറിയാനും പറ്റില്ല അറിയിക്കാനും പറ്റില്ല എന്നാണ് ഉപനിഷത്തെ പറയണത്. നതത്ര വാഗ്ഗച്ഛതി നോ മനോ നവിദ്മോ നവിജാനീമോ. അവിടെ വാക്കത്തില്ല, മനസ്സത്തില്ല. വാക്കെന്ന് പറഞ്ഞാൽ പ്രാണെന്നർത്ഥം, മനസ്സെന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരം. നമ്മൾ എന്തിനൊക്കെ കൊണ്ടാണോ തേടണത്, ആ തേടണ പൊരുൾ അവിടെ എത്തിയാൽ അതില്ലാതാവും. നവിദ്മോ നവിജാനീമോ, ഇതെങ്ങനെ പഠിപ്പിക്കണം എന്നറിയില്ല. ഇത് അറിയുന്നുമില്ല, ഇത് അറിയാൻ പറ്റില്ല. അത് കാരണം അറിയണവൻ അവിടെ പ്രസക്തിയില്ല. അറിവേ സ്വരൂപം. അതുകൊണ്ട് ഈ പ്രപഞ്ചവും ഒന്നും ഞാനല്ല, ഇത് അത് എന്നൊക്കെ പറയണത് ഒന്നും ഞാനല്ല. സ്വരൂപാവബോധ വികൽപ്പ അസഹിഷ്ണു. സ്വരൂപാവബോധ, ആ സ്വരൂപബോധം അത് സംവിത്ത് സാക്ഷിയായിട്ട് ജാഗ്രത്തിനെയും സ്വപ്നത്തിനെയും സുഷുപ്തിയെയും അവസ്ഥകളെയും എല്ലാത്തിനും സാക്ഷിയായൊരു മാറാത്ത പൊരുളായിട്ട് ഇരിപ്പുണ്ട് ഒരു അറിവ്. അറിയില്ല എന്ന് പറയണതും ആ അറിവ് കൊണ്ടാണ്. എനിക്കിതൊന്നും അറിയില്ല എന്നൊരാൾ പറയണത് എന്തുകൊണ്ടാ? അറിയില്ല എന്ന് അറിഞ്ഞു. ആരറിഞ്ഞു? അറിവേ സ്വരൂപം. സ്വരൂപാവബോധ വികൽപ്പ അസഹിഷ്ണു. വികൽപ്പം എന്ന് പറഞ്ഞാൽ എന്താ? തന്നിൽ നിന്നും അന്യമായിട്ട് ഒരു പൊരുളിനെ തേടൽ. സെർച്ചിങ് ഓഫ് എനിത്തിങ് ദാറ്റ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ്. ഒരു ശാന്തി കൂടെയും ഔട്ട്സൈഡില് ഒരു പ്ലേസിലോ ഒരു ടൈമിലോ നമ്മൾ തേടിയാൽ അത് വികൽപ്പമാണ്. നമ്മൾ തേടൊന്നും വേണ്ട, സ്വയമേവ പൊയ്ക്കൊള്ളുവാണ്. അണ്ണാമലൈ സ്വാമി ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ചോദിച്ചു, ഭഗവാനെ എനിക്കൊന്നും വേണ്ട ഭഗവാനെ, ആത്മസാക്ഷാത്കാരവും വേണ്ട, ആദിസ്ഥിതിയോ ഒന്നും വേണ്ട, ഈ മനസ്സിനെ ഒന്ന് അടക്കി വയ്ക്കാൻ പറ്റിയാൽ മതി ഭഗവാനെ, ഈ മനസ്സില്ലാതിരുന്നാൽ മതി ഭഗവാനെ. അപ്പോ ഭഗവാൻ പറഞ്ഞു, അത് താനേ പോയി ആത്മസാക്ഷാത്കാരം. മനസ്സ് ഇല്ലാതിരുന്നാൽ അതാണ് ആത്മസാക്ഷാത്കാരം അല്ലെ? മനസ്സെന്ത് ചെയ്യണു? വികൽപ്പം, സങ്കല്പ വികൽപ്പങ്ങൾ എന്തൊക്കെയോ കൽപ്പിച്ചുകൊണ്ട് ഒരു ഓട്ടമോടും വെളിയിലേക്ക്, സ്കാറ്റേർഡ് ആയിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ ഓടണു, എന്നിട്ട് വിഷമിക്കണം. അസഹിഷ്ണു, അതുണ്ടല്ലോ ആ അനുഭവം, ആത്മാവ് അസഹിഷ്ണു, ഈ വികല്പത്തെ ഒന്നും സഹിക്കില്ല അത്ര. കാരണം തന്നിൽ നിന്നും അന്യമായിട്ട് ഒരു പൊരുളിനെ അത് അടുത്ത് വച്ചിരിക്കയില്ല, തട്ടിവിടും അത്ര. അവിടെ താൻ മാത്രമായിട്ടിരിക്കും, ഏകഛത്രാധിപതിയായിട്ട്. അവിടെ വേറെ ആരുമില്ല, അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്നാണ്. എന്തൊക്കെ കൊണ്ടുവരുമോ അതെല്ലാം ഉള്ളില് നിർവീര്യമായി പോകണം.
എന്തൊക്കെയോ വികല്പ സങ്കല്പങ്ങളോ വെച്ചിട്ടാണ് നമ്മൾ ഉറങ്ങിക്കഴിയണത്. ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും പ്രവർത്തിക്കില്ല. മനസ്സ് പ്രവർത്തിക്കില്ല, ബുദ്ധി പ്രവർത്തിക്കില്ല, ഇന്ദ്രിയം പ്രവർത്തിക്കില്ല, ഒന്നും തന്നെ പ്രവർത്തിക്കില്ല. അവിടെ അതുമാത്രമായിട്ടിരിക്കണം, ഏകഛത്രാധിപതിയായിട്ടിരിക്കണം. അതുമാത്രമായിട്ടിരിക്കുമ്പോൾ നമുക്ക് സുഖമുണ്ട്. എന്താന്ന് വെച്ചാൽ അവിടെ അവൻ അതിനെ എല്ലാം ഡിനൈ ചെയ്തുകൊണ്ടേയിരിക്കും, തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് വികൽപ്പ അസഹിഷ്ണു, നോട്ട് അലോവിങ് എ സെക്കൻഡ് തിങ് ടു റിമൈൻ ഇൻ യുവർ സെൽഫ്. തന്നിൽ നിന്ന് അന്യമായിട്ട് ഒരു പൊരുൾ, ദ്വൈതം ഉള്ളിലേക്ക് പ്രവേശിക്കാതെ ഇരിക്കല്, എല്ലാത്തിനെയും തള്ളിക്കളയില്ല, ഒന്നിനെയും വച്ചിരിക്കുകയില്ല. എത്ര വലിയ വിഷമമുള്ള രാത്രിയാണെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ ആ വിഷമം ഉള്ളിൽ പ്രവേശിക്കില്ല. കാരണം എന്താ? ആത്മാവ് വിൽ നോട്ട് അലോ ദാറ്റ് സോറോ ഇൻ ദാറ്റ് സ്റ്റേറ്റ്. ഒരു തരത്തിലും ദുഃഖത്തിനെയോ മറ്റെന്തു പൊരുളിനെയോ പ്രിയപ്പെട്ടവരെയോ അല്ലെ ഒന്നിനെയും ഈ സുഷുപ്തിയില് ആത്മാവ് കൂടെ നിർത്തേയില്ല. അതുകൊണ്ട് ആ ഡീപ് സ്ലീപ്പിനെ ജ്ഞാനികളൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് ശുദ്ധ ബ്രഹ്മം എന്നാണ്. അത് അറിവല്ല, ശുദ്ധ ബ്രഹ്മം. അതിനെ ആരറിയണോ അവൻ ജാഗ്രതയിലും അത് അനുഭവിക്കണോ. സ്വരൂപ അവബോധ, ദ അവയർനെസ് ഓഫ് ദി സെൽഫ്. വേറൊന്നുമായിട്ട് മിക്സപ്പ് ചെയ്യാതെ, ചേർക്കാതെ അല്ലേ, എന്ത് ചെയ്യണു? അനാത്മമായിട്ട് മിക്സ് ചെയ്യാതെ സ്വരൂപത്തെ മാത്രം ഞാൻ ശുദ്ധ ചൈതന്യമാണ് എന്നുള്ള അവബോധം, ഒരു ഉണർവ്. അവിടെ വികല്പമില്ല, സങ്കല്പ വികല്പങ്ങളൊന്നുമില്ലാതെ ആ സ്വരൂപമാത്രമായിട്ടിരുന്നാൽ, സ്വരൂപധ്യാനമായിട്ടിരുന്നാൽ അല്ലേ, മനസ്സില്ലാതിരുന്നാൽ അത് ആത്മസ്വരൂപമാണ്. ആ വികല്പമില്ലാത്ത അവസ്ഥ ഏതാണോ തദേകോവശിഷ്ട ശിവക്കേവലോഹം. ആ പൊരുൾ, ആ ശിവം, ആ മംഗളമായത്, അതാണ് എൻ്റെ സ്വരൂപം. ന ജാഗ്രന്ന മേ സ്വപ്നകോ വാ സുഷുപ്തിർ ന വിശ്വോ ന വാ തേജസാ പ്രാജ്ഞകോ വാ അവിദ്യാത്മകത്വാദ് ത്രയാണാം തുരീയഃ തതേകോവശിഷ്ട ശിവക്കേവലോഹം. ന ജാഗ്രത് ന സ്വപ്ന ന സുഷുപ്തിഃ. ഞാൻ ജാഗ്രതല്ല, ഞാൻ സ്വപ്നമല്ല, ഞാൻ സുഷുപ്തിയല്ല. എന്താ ജാഗ്രത്തില് എന്തുണ്ട്? ഞാൻ ശരീരം എന്നൊരു അഭിമാനമുണ്ട്. ജാഗ്രത്തില് മനസ്സുണ്ട്, ജാഗ്രത്തില് കാണപ്പെടുന്ന പ്രപഞ്ചമൊക്കെ ഉണ്ട്, വിശ്വം മുഴുവനുണ്ട്. അതുകൊണ്ടാണ് ജാഗ്രത്തിന് വിശ്വഹ എന്ന് പേര്. എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഉള്ളിൽ പ്രവേശിക്കും, വെളിയിലുള്ള ഒരു ലോകം ഉള്ളിൽ പ്രവേശിക്കും. സങ്കല്പം വികല്പം ഒക്കെ സംഭവിക്കണം. നീ ഞാൻ എന്നുള്ള വേറ്റിത്തിരിവും ദ്വൈതഭാവവും ഒക്കെ വരണം. ഇത് ജാഗ്രത്. ആ ജാഗ്രത്തില് ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്, ഞാൻ എന്നൊരു ബോധമുണ്ട്. ഇല്ലാതെ ഇതൊന്നും വർക്ക് ചെയ്യില്ല. ന ജാഗ്രത്. ഈ ജാഗ്രത്തിൽ നിന്നും പതുക്കെ അങ്ങോട്ട് സ്വപ്നത്തിലേക്ക് പോയാൽ, ആ സ്വപ്നത്തിൽ എന്തുണ്ട്? ഈ പ്രപഞ്ചമൊക്കെ പോയി, വെളിയിൽ നമ്മൾ പ്രത്യക്ഷ രൂപത്തിൽ കണ്ടതൊക്കെ പോയി, വേറെ ഒരു ലോകം ഉള്ളിൽ പ്രത്യക്ഷപ്പെടും സ്വപ്നത്തിൽ. അല്ലെ, ഞാൻ കൈലാസത്ത് പോണ പോലെയും, ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്തിരിക്കുന്നത് പോലെയും, ഞാൻ ഏതോ ശാസ്ത്രമൊക്കെ പഠിച്ചതുപോലെയും, എനിക്ക് എന്തെങ്കിലും തെക്താനുഭവങ്ങൾ വരണത് പോലെയൊക്കെ സ്വപ്നം കാണും. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഭഗവാനെ തൂങ്കലാന്ന് പടുത്തിരുന്നാ സ്വപ്നമാ പാക്കരുത് ഭഗവാനെ, എന്നെ പണ്ടത്.
ഉറങ്ങാൻ കിടന്ന പിന്നെ സ്വപ്നമേ കണ്ടുകൊണ്ടിരിക്കണം ഭഗവാനെ. ഡീപ്പ് സ്ലീപ്പ് ഒന്നും വരണില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നീ ഉണർവിലെ സ്വപ്നം പാക്കാമരുന്ന തൂക്കത്തിലെ സ്വപ്നം പാക്കാത്ത. നീ ഉണർന്നിരിക്കുമ്പോ സ്വപ്നം കാണാതിരുന്നാൽ ഉറങ്ങുമ്പോഴും സ്വപ്നം കാണാതിരിക്കും. എന്ന് വെച്ചാൽ എല്ലാവരും ഉണർന്നിരുന്ന സ്വപ്നം കാണലാണ്. നാളെ എങ്ങനെ ഇരിക്കണം, ഞാൻ ഇങ്ങനെ ഇരിക്കും, കുറച്ചു നേരം കഴിഞ്ഞാൽ എന്താവും എൻ്റെ അവസ്ഥ, ഇതൊക്കെ സ്വപ്നമാണ്. ദിവാസ്വപ്നം. ചിലർ സത്സംഗത്തിൽ വന്നിരുന്നേ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. നാളെ എപ്പോഴും ഞാൻ ഇതുപോലെയൊക്കെ സംസാരിക്കാൻ പോകുന്നത്, എപ്പോഴാണ് ഞാൻ ഈ ആചാര്യനെ പോലെയൊക്കെ ആവാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ ഒരു വികല്പമാണ്, ഇത് സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ നമ്മൾ നോക്കൂ, ഈ സ്വപ്നത്തിൽ ഒരു ഭാവനാ മണ്ഡലത്തില് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവൻ എൻ്റെ ഉള്ളിൽ പോയി അടങ്ങി അല്ലേ? ഈ കാണപ്പെടുന്ന അവിദ്യ എൻ്റെ ഉള്ളിൽ പോയി അടങ്ങി, ആ അവിദ്യ മുഴുവൻ ഞാനാണ് എന്നൊരു ഭാവം വന്നു. സ്വപ്നം കുറച്ചും കൂടെ ബെറ്ററാണ് ഈ ജാഗ്രതയിൽ നിന്ന്. കാരണം എല്ലാം എൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. ദ ഷോ ഈസ് ഗോയിങ് ഇൻസൈഡ് അസ്. എൻ്റെ ഉള്ളിലാണ് ആ സ്വപ്നം മുഴുവൻ വിളയാടുന്നത്. ഈ പ്രപഞ്ചമൊക്കെ അസ്തമിച്ചു, ഉള്ളിൽ വേറൊരു പ്രപഞ്ചം ഉദിച്ചു. ഭൂത്വ. മറ്റത് അസ്തമിച്ചു, വേറൊരിടത്ത് ജനനം വന്നു. മൈൻഡ് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ഇൻസൈഡ് അസ്. എങ്ങനെയായിരിക്കും സ്വപ്നം വരണത്? എന്തൊക്കെ വികല്പങ്ങളോ സങ്കല്പങ്ങളോ ജാഗ്രതയിൽ നടന്നോ അതിനെ തൂക്കി പറക്കി അതിന്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് സ്വപ്നത്തിൽ ഒരു വേൾഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ നോക്കൂ, ഒരാശ്ചര്യം എന്താന്ന് വെച്ചാൽ സ്വപ്നത്തിന് വൈദികമായിട്ട് സംസ്കൃതത്തിൽ പറയണ പേരെന്താന്ന് വെച്ചാൽ തൈജസഹ. എന്താ തൈജസഹ എന്ന് പറഞ്ഞാൽ പരമപ്രകാശം എന്നർത്ഥം. അതെന്താ അതിന് പരമപ്രകാശം എന്ന് വിളിക്കുന്നത്? ഒരു ലൈറ്റ് മാൻ ഈസ് ദെയർ ഇൻസൈഡ് സ്വപ്ന. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്ത് ഒരു ഇഞ്ച് ലൈറ്റ് കൂടെയും കടക്കാത്ത ആ സമയത്ത് ഉള്ളിൽ ആരാ ഈ പ്രകാശം പരത്തണത്? ഈ സ്വപ്നമൊക്കെ ഏതോ ഒരു പ്രകാശം വേണമല്ലോ കാണാൻ. ആരാ ആ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നത്? ഹു ഇസ് ദി ലൈറ്റ് മാൻ ഇൻസൈഡ് ദാറ്റ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ? എത്ര കണ്ണ് കണ്ടുകൂടാത്ത ആൾക്കും നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റണം. എത്ര കാത് കേൾക്കാത്ത ആൾക്കാർക്കും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റണം. ഇൻഫാക്ട് അവിടെ കേൾവിയൊന്നുമില്ല, അവിടെ ഭാഷയൊന്നുമില്ല. സ്വപ്നത്തിൽ എന്താ ഭാഷ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വപ്നത്തില് വി ആർ കൺവേയിങ് എവറിത്തിങ്, വി ആർ എക്സ്പ്രസിങ് എവറിത്തിങ് വിത്തൗട്ട് വേർഡ്സ് ഓർ വിത്തൗട്ട് എനി ലാംഗ്വേജ് ബാരിയർ. അവിടെ എക്സ്പ്രഷൻ. എങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്ന് പറഞ്ഞാൽ അഭാവം തന്നെ കമ്മ്യൂണിക്കേഷൻ. ഭാവ അഭാവ വിവർജിത, ഭാഷാരൂപ ബൃഹത് സേന ഭാവാഭാവ വിവർജിത. അവിടെ ഭാവവുമുണ്ട് അഭാവവുമുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ ഏത് ഭാഷയാ സംസാരിക്കുന്നത്? ഒരു ഭാഷയില്ല അവിടെ. ബട്ട് there is deep eloquent communication is going on there. അവിടെ പരമമായ വെളിച്ചമുണ്ട്. എന്നാൽ ആ സ്വപ്നത്തിൽ എന്താ? അവിദ്യ, ഞാൻ എന്നൊരു ഭാവം. ഒരു കൂട്ടത്തിന്റെ ഇടയിൽ ഞാൻ എന്നെ ഒരു ശരീരമായിട്ട് കൽപ്പിച്ചിട്ട് ഇതാണ് ഞാൻ എന്ന് ഞാൻ കരുതുന്നു. there also an avidya exists after the സ്വപ്ന എല്ലാം കൂടെ കഴിഞ്ഞു പോയാൽ സുഷുപ്തിയില് എന്താണോ അവശേഷിക്കുന്നത്? ശുദ്ധ ചൈതന്യം മാത്രം. അവിടെ വേറൊന്നുമേ ഇല്ല. അവിടെ ഞാൻ എന്നൊരു അഭിമാനമില്ല. ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, ഒന്നും മണത്തില്ല, ഒന്നും രുചിച്ചില്ല, ഒന്നും രസിച്ചില്ല. സുഖമായിട്ടിരുന്നു, ശുദ്ധ ബ്രഹ്മമായിട്ടിരുന്നു, രണ്ടില്ലാതിരുന്നു. എന്നാൽ ആ സുഷുപ്തി എത്രത്തോളം ലിമിറ്റഡ് ആയിട്ടിരിക്കുമോ അത്രത്തോളം ഞാൻ സുഷുപ്തിയുമല്ല. സുഷുപ്തിയിൽ ഞാൻ കാണുന്നത്, ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ നിജസ്വരൂപമാണ്. പക്ഷെ ആ അനുഭവം നമുക്ക് അറിവില്ല. അജ്ഞരാണ് നമ്മള്, പക്ഷെ അനുഭവമുണ്ട്.
അതുകൊണ്ടാണ് ഋഷികളെല്ലാം ആ അനുഭവത്തെ സൂചിപ്പിച്ചത്. സുഷുപ്തൈക സിദ്ധ എന്ന് ആചാര്യസ്വാമികൾ കൂടെ പറഞ്ഞത് എന്തുകൊണ്ടാ? ആ അനുഭവം അവിടെ വിളങ്ങി നിൽക്കണം. പക്ഷെ ആ അനുഭവത്തെ നമ്മൾ നോളജ് ഇല്ല, വി ആർ നോട്ട് അവെയർ ഓഫ് ദാറ്റ് അനുഭവം. പ്രകർഷേണ അജ്ഞഃ, അതിനെയാണ് പ്രാജ്ഞ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ, ഒരു പ്രജ്ഞയാണ് അവിടെ. പക്ഷെ അത് നമ്മൾ അജ്ഞാനം കൊണ്ട് അറിയണില്ല. അജ്ഞാനം കൊണ്ട് അറിയണില്ല. എപ്പോ ഉണർവ് വരണോ ഇതിനെ നമ്മൾ ഗൗനിക്കണം. വെരി സിമ്പിൾ ആത്മവിദ്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ രമണ മഹർഷി ആ ടഫ്നെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അയ്യേ അതിസുലഭം, അതിസുലഭം ആത്മവിദ്യ, അയ്യേ അതിസുലഭം, ആത്മവിദ്യ അതിസുലഭമാണെന്ന് പറയുന്നത്. വെരി സിമ്പിൾ ആണ് അൺടിൽ യു റെക്കഗ്നൈസ് ഇറ്റ്. നീ അതിനെ കാണാത്ത വശം അത് വെരി ടഫായിരിക്കും. നീ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ടഫ്നെസ്സേ ഇല്ല. എല്ലാ ടഫ്നെസ്സും പോയി ഒടുങ്ങി. അതിനെയാണ് ന വിശ്വോ ന തൈജസഃ ന വിശ്വോ ന വാ തൈജസഃ പ്രാജ്ഞകോവ. വിശ്വം എന്ന് പറഞ്ഞാൽ ജാഗ്രത്, തൈജസ് എന്ന് പറഞ്ഞാൽ സ്വപ്നം, പ്രാജ്ഞ അതിലുള്ള അനുഭൂതിയും ഞാനല്ല. അവിദ്യാത്മകത്വാത് ത്രയാണാം തുരീയഃ. അവിദ്യാത്മകത്വാത്, അവിദ്യയൊക്കെ മാറാത്തടുത്തോളം, ഈ ഇഗ്നറൻസ് ഇത് മാറാത്തടുത്തോളം ഇതൊന്നും ഞാനല്ല. അവിദ്യാത്മകത്വാ ത്രയാണം തുരീയഃ. തുരീയം നാലാമത്തെ സ്റ്റേറ്റ്. നാലാമത്തെ സ്റ്റേറ്റ് ഒന്നും അല്ല, അത് ഇതൊരു അവസ്ഥയൊന്നുമല്ല. ഈ 3 സ്റ്റേറ്റ് അങ്ങോട്ട് പോയാൽ അവസ്ഥാത്രയാതീതഃ, അവസ്ഥകൾക്ക് അപ്പുറത്ത്. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുകയാണ് ത്രൈഗുണ്യ വിഷയാ വേദ. അത് ത്രൈഗുണ്യം എന്ന് പറഞ്ഞാൽ 3 ഗുണം, അതുപോലെ തന്നെ 3 അവസ്ഥ. ഈ അവസ്ഥയെ അങ്ങോട്ട് ഭേദിച്ചാൽ അവിടെ എന്തുണ്ട്? തുരീയം എന്ന് പറഞ്ഞാൽ ദ 4th ഡയമെൻഷൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യു, യുവർ അനുഭവം. ബാക്കിയെല്ലാം 3 ഡയമെൻഷനാണ് അല്ലെ. ഫസ്റ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ചിലര് ആദ്യമേ വരും ഒന്നും അറിയണില്ല എന്ന് പറയും. സെക്കൻഡ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചായിട്ട് ഞാൻ വേർതിരിച്ച് അറിയണം. തേർഡ് ഡയമെൻഷൻ 3D അല്ലെ. 3D സിനിമയ്ക്കൊക്കെ പോയാൽ ഫ്രണ്ടിൽ റോസാപ്പ് വരും, പറിക്കാൻ പറ്റില്ല, കിട്ടിയതുപോലെ ഇരിക്കും. ചില അനുഭവങ്ങളൊക്കെ വന്നു തുടങ്ങും. പക്ഷേ അതിനെ പിന്നെ പിടിക്കാൻ നോക്കിയാൽ കിട്ടില്ല അത്ര. അത് മായയുടെ വിലാസമാണ്. നമ്മളെ ആ അവയർനെസ്സിൽ നിന്നും കുറച്ചെങ്കിലും അങ്ങോട്ട് തിരിക്കണം. ഏതെങ്കിലും ഒരു വികല്പം അല്ലെ, അധ്യാത്മമായിട്ട് ഇരിക്കണവർക്ക് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ അനുഭവം വരും. ഉള്ളിലെ ആത്മജ്ഞാനം വന്നതുപോലെയൊക്കെ തോന്നും അല്ലെ, ഏതോ ഒരു അനുഭൂതി വന്നതുപോലെയൊക്കെ തോന്നും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചു നേരം വന്നിട്ട് അങ്ങോട്ട് പോകും. ഇത് മായയുടെ ഒരു വികല്പമാണ്, ഇത് മായയുടെ ഒരു വിളയാട്ടാണ്. ഇതിനെ നമ്മൾ തേടി സ്വരൂപ നിഷ്ഠയിൽ നിന്നും നമ്മൾ വ്യതിചലിക്കും. അപ്പോൾ ആ അവയർനെസ്സിനെ കളയും 3 ഡയമെൻഷൻ. അതിനെയും നമ്മൾ തരണം ചെയ്താൽ ത്രയാണാം ഈ 3നെയും അങ്ങോട്ട് തരണം ചെയ്താൽ എന്താ അവിടെ അവശേഷിക്കുന്നത്? തുരീയ. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തുരീയം എന്ന് പറയണു. 4ാമത്തെ പാദം ചതുർത്ഥം മന്യന്തേ ഏകാത്മ പ്രത്യയസാരം. ചതുർത്ഥം മന്യന്തേ 4ാമത്തെ പാദം. അത് ഒരു സ്റ്റേറ്റ് അല്ല, അത് അനുഭവമാണ്, അത് നമ്മുടെ സ്വരൂപമാണ്. ആ തുരീയ അവസ്ഥയില് ഏതൊന്നാണോ അവശേഷിക്കണത് തതേകോവശിഷ്ട ശിവക്കേവലോഹം, ആ പരമമംഗളമായ പൊരുൾ, അതേ എൻ്റെ സ്വരൂപം. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ,
അരുണാചല ശിവ അരുണാചല.